അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 155. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية. صدق الله مولانا العظيم. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ഗാശിയയിലെ 2, 3, 4 വചനങ്ങളാണ്. ഇന്നലെ പറഞ്ഞതിനെ തുടർന്നാണ് ഈ വചനങ്ങൾ വരുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ ജിജ്ഞാസയുണർത്തിക്കൊണ്ട് അള്ളാഹു ചോദിക്കുകയാണ്, ഹൽ അതാക ഹദീസുൽ ഗാശിയ. എല്ലാ മുഖങ്ങളെയും ആവരണം ചെയ്യുന്ന ആ മഹാ ദുരന്തത്തെക്കുറിച്ചുള്ള പൊള്ളുന്ന വിവരം നബിയെ തങ്ങൾക്ക് ലഭിച്ചോ? തങ്ങൾക്കത് വന്നെത്തിയില്ലയോ? തുടർന്ന് പരലോകത്തിൻ്റെ പൂർണ്ണ ചിത്രം പറയുമ്പോൾ ആദ്യം ഒരു നരക ചിത്രമാണ് അവതരിപ്പിക്കുന്നത്. വുജൂഹുൻ യൗമഇദിൻ ഖാശിയ. അന്നവിടെ ചില മുഖങ്ങൾ അന്നേ ദിവസം ഖാശിയത്തുൻ, അപമാനം കൊണ്ട് കുനിഞ്ഞ മുഖങ്ങളായിരിക്കും. നേരെ ചൊവ്വേ തല ഉയർത്തി നിൽക്കാൻ വയ്യ. തൻ്റെ ജീവിതത്തിൽ തന്നിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ ആലോചിച്ചിട്ട് റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ, രാജാതിരാജനായ റബ്ബിൻ്റെ മുമ്പിൽ എഴുന്നേറ്റു നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു എഴുന്നേൽപ്പുണ്ടാകുമെന്ന് നനച്ചതല്ല, അത് തള്ളിപ്പറഞ്ഞതായിരുന്നു. പുനരുത്ഥാനം എന്ന ഒന്നുണ്ടാകില്ലെന്ന് പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും ആ റബ്ബിൻ്റെ നിയമവിലക്കുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് സധൈര്യം ജീവിച്ചവനാണ്. രണ്ടു കൂട്ടരും അപമാന ഭാരത്താൽ തലയും താഴ്ത്തിപ്പിടിച്ചു നിൽക്കുന്നു. ഇതാണ് ഉജൂഹുൻ യൗമഇദിൻ ഖാശിഅ. ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ അതിനർത്ഥം കൊടുക്കുന്നു, കുനിഞ്ഞു നിൽക്കുന്ന മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഐ ദലീല, അവർ അപമാനിതരായിരിക്കും. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങൾ അർത്ഥം കൊടുത്തു, തർശഉ വലാ യൻഫഉഹ അമലുഹ. കർമ്മങ്ങളൊന്നും ഫലപ്പെടാതെ തല കുനിഞ്ഞു നിൽക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. നാണക്കേട് കൊണ്ട് താൻ വരുത്തിവെച്ച വീഴ്ചകളെക്കുറിച്ച് ആലോചിച്ച് ചമ്മി തല താഴ്ത്തി നിൽക്കുന്നു. സൂറത്തു സജ്ദയിൽ അതിൻ്റെ 12-ാം വചനത്തിൽ അള്ളാഹു അത് ഇപ്രകാരം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം. നബിയെ, കുറ്റവാളികൾ തല താഴ്ത്തിപ്പിടിച്ച് അവരുടെ റബ്ബിൻ്റെ അടുത്ത് അപമാനം സഹിക്കവയ്യാതെ നിൽക്കുന്ന നേരം തങ്ങളവരെ കാണുകയാണെങ്കിൽ, റബ്ബന അബ്സ്വർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സ്വാലിഹൻ ഇന്നാ മൂഖിനൂൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് കണ്ണും കാതുമില്ലായിരുന്നു ഭൂമിലോകത്ത് വെച്ച്. സത്യം കാണാനോ കേൾക്കാനോ ഉള്ള കണ്ണോ കാതോ ഉണ്ടായില്ല. തീർച്ചയായും ഇവിടെ ഞങ്ങളുടെ കണ്ണും കാതുമൊക്കെ തുറന്നിരിക്കുകയാണ്. അബ്സ്വർന വസമിഅന, ഞങ്ങൾ കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു, ഇപ്പോഴെല്ലാം ബോധ്യപ്പെട്ടു. ഫർജിഅന, അതുകൊണ്ട് ഞങ്ങൾക്കൊരു റിട്ടേൺ അനുവദിക്കുമോ? ഭൂമിലോകത്തേക്ക് വീണ്ടും
ഞങ്ങൾക്കൊരു തിരിച്ചുപോക്ക് സാധ്യമാക്കി തരികയാണെങ്കിൽ നഅ്മൽ സ്വാലിഹൻ ഇന്നാ മൂഖിനൂൻ, ഞങ്ങൾ സുഹൃതങ്ങൾ മാത്രം ചെയ്ത് സുദൃഢമായി വിശ്വസിച്ച് ഞങ്ങൾ തിരിച്ചു വരാമെന്ന് റബ്ബിനോട് പറയുന്ന നേരം അവർ തലയും താഴ്ത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത് പറയുക. അത് തങ്ങൾ കാണുകയാണെങ്കിൽ അത് സംഭവ ബഹുലമായിരിക്കും നബിയെ എന്ന് സൂറത്തു സജ്ദയുടെ 12-ാം വചനത്തിൽ പറഞ്ഞ ആ വിശാലമായ ആശയമാണ് സൂറത്തുൽ ആശിയയിലെ ഈ വാക്കുകളിൽ, ഈ ചെറിയ അക്ഷരങ്ങളിൽ അള്ളാഹു ഒതുക്കി വച്ചിരിക്കുന്നത്. ഇനി ഈ മുഖങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരലോകത്ത് മുഖങ്ങൾ മാത്രം എഴുന്നേൽപ്പിക്കപ്പെടുകയുള്ളൂ എന്നല്ല, ആ മുഖത്തിൻ്റെ അനുയായികൾ, ആ മുഖത്തിൻ്റെ ഉടമകൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ മുറാദു ബിൽ ഉജൂഹി അസ്ഹാബുൽ ഉജൂഹ്. എന്തുകൊണ്ടാണ് ഈ മുഖങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആളുകളെ ഉദ്ദേശിക്കപ്പെടാൻ കാരണം? അപമാനവും അഭിമാനവും ഒക്കെ പലപ്പോഴും നിഴലിച്ച് കാണുക മുഖത്താണ്. ഇനി ശേഷം സ്വർഗാവകാശികളെ പറ്റി പറയുമ്പോഴും അങ്ങനെ തന്നെയാ പറയുന്നത്, ഉജൂഹുൻ യൗമൈദിൻ നാഇമ, സുഖവും സന്തോഷവും ഓമനത്വവും നിറഞ്ഞു നിൽക്കുന്ന മുഖങ്ങൾ എന്ന്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയാം. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് എന്നാണല്ലോ നാം പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ മുഖത്തിൻ്റെ എല്ലാ മനസ്സിൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും മുഖത്ത് നിഴലിക്കും, പ്രകടമാകും. അതാണ് ഉജൂഹുൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പം, ലൈസലഹും ത്വആമുൻ ഇല്ലാ മിൻ ദരീഅ്, കള്ളിമുള്ളല്ലാതെ അവർക്ക് ഭക്ഷണമില്ല എന്ന ആയത്ത് പരാമർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, മുഖങ്ങൾ എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ ലൈസലഹ എന്നാ പറയുക. ലൈസലഹും എന്ന് പറയുമ്പം ആ മുഖത്തിൻ്റെ ഉടമകൾക്കില്ല, അവർക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അറബി ഭാഷ അറിയുന്നവർക്കേ കൂടുതൽ അത് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. ഏതാവട്ടെ, തുടർന്ന് പറയുന്നു, ആമിലത്തുൻ നാസിബ, ധാരാളം കർമ്മങ്ങൾ ചെയ്ത് ക്ഷീണിച്ച് അവശരായവരാണവർ, ഹാർഡ് വർക്ക് ചെയ്ത് ടയേർഡായവരാണവർ. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഇതെവിടെയാണ്? ഇത് ദുനിയാവിലാണ് എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ തലകുനിച്ച് നിൽക്കുന്ന ഇവർ തലകുനിച്ച് നിൽക്കേണ്ടി വന്നത് ജനിച്ച അന്ന് മുതൽ മരണം വരെ ഇവരൊന്നും ചെയ്തില്ല, വിശ്രമിച്ചു എന്നതുകൊണ്ടാണോ? അല്ല. ഹാദാ ഫി ദുനിയ, ഈ പറഞ്ഞത് ദുനിയാവിലാണ്. ആമിലത്തുൻ നാസിബ, ഇവർ കഠിനാധ്വാനം ചെയ്ത് തളർന്ന അവശരായവരാണെന്ന് പറഞ്ഞത്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങൾ പറയുന്നു, ലി അന്നൽ ആഖിറത ലൈസത്ത് ദാറത്ത് അമൽ, കാരണം പരലോകം എന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ വീടല്ല, കർമ്മത്തിൻ്റെ വീടല്ല. അതിവിടെ അവസാനിച്ചു. പരലോകം രക്ഷാശിക്ഷകളുടെ വീടാണ്. ദുനിയാവിലെ കർമ്മങ്ങൾക്കനുസരിച്ച് രക്ഷാശിക്ഷകൾ നൽകുന്ന വീടാണ്. അപ്പോൾ ദുനിയാവിൽ അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് നാളെ ആഖിറത്തിൽ അവർ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നത്. കാരണം അമിലത്ത് ഫിദ്ദുന്യ അഅ്മാല സൂഅ്, അവർ ഭൂമിയിൽ ചെയ്തത് മുഴുവനും തോന്നിയാസങ്ങളാണ്. അങ്ങനെ അവർ തോന്നിയാസം ചെയ്ത് തളർന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. കാരണം വ്യഭിചാരവും പണിയാണ്, മദ്യപാനവും പണിയാണ്, അങ്ങനെ തുടങ്ങിയിട്ട് കൊലപാതകവും പണിയാണ്, തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയുമൊക്കെ കഠിനാധ്വാനങ്ങളാണ്. ഹറാമായ രൂപത്തിൽ സമ്പത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതും പണിയാണ്. ചുരുക്കി പറഞ്ഞാൽ പാടില്ലാത്ത കാര്യങ്ങളും പണിയാണ്. അത്തരം പണികൾ എടുത്താലും മനുഷ്യൻ തളരും, എല്ലാം ശരിയാണ്. ഏതായാലും തിന്മകളുടെ പിന്നാലെ ഓടി നടന്ന് തളർന്നവനാണവൻ. ദുനിയാവിൽ ആർക്കും രണ്ട് കൈയും മേലോട്ട് കാട്ടി ഇങ്ങനെ ജീവിക്കാൻ കഴിയില്ല. അത് നല്ല മനുഷ്യനാണെങ്കിലും ചീത്ത മനുഷ്യനാണെങ്കിലും. പിന്നെയും ഒരു വേള നല്ല മനുഷ്യന്മാർക്ക് അങ്ങനെയൊക്കെ നടന്നേക്കാം. പക്ഷേ അതുമല്ല ദുനിയാവിലെ സിസ്റ്റം. അധ്വാനിച്ച് തിന്നുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ എല്ലാവർക്കും അധ്വാനങ്ങൾ ഉണ്ടാകും. ഇതാണ് ആമിലത്തുൻ നാസിബ, ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ക്ഷീണിച്ചവരാണവർ എന്നർത്ഥം. ഇനി മറ്റൊരു വ്യാഖ്യാനം, നല്ല കർമ്മങ്ങൾ തന്നെ ചെയ്ത് ക്ഷീണിച്ചവർ, അഖീദ പിഴച്ചതുകൊണ്ട്
അഖീദ പിഴച്ചതുകൊണ്ട്, വിശ്വാസം പിഴച്ചതുകൊണ്ട് അവർ തെറ്റിപ്പോയി എന്നാണ്. എന്നും നോമ്പായിരുന്നു, നിത്യമായി തഹജ്ജുദ് നിസ്കരിച്ചിരുന്നു. ഇമാം നസഫി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, അത്തരം ആളുകൾ വിശ്വാസം പിഴച്ചു പോയി എന്ന കാരണം കൊണ്ട് മറ്റു മതത്തിലെ പുരോഹിതന്മാരെ പോലെ, അതുപോലെ തന്നെ നിഫാഖിൻ്റെ ആളുകളെപ്പോലെ, മുനാഫിഖീങ്ങളായ ആളുകളുടെ അമലുകൾ പോലെ, കാരണം വിശ്വാസം പിഴച്ചു എന്നതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ക്രിസ്തീയ പുരോഹിതൻ്റെ ആരാധനാ മണ്ഡപത്തിനരികിലൂടെ നടന്നു പോകുമ്പോൾ അയാളുടെ ആരാധനയിൽ മുഴുകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അയാളെ വിളിച്ചു, യാ റാഹിബ്, ഓ പുരോഹിത എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം പുറത്തേക്ക് വന്നു. അദ്ദേഹത്തെ കണ്ട ഉടനെ ഫജഅല ഉമറു യൻദുറു ഇലൈഹി വയബ്കി, ഉമർ റളിയല്ലാഹു അൻഹു അയാളെ കണ്ട മാത്രയിൽ കരയാൻ തുടങ്ങി. കൂടെയുള്ളവർ ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ മാ യുബ്കീക മിൻ ഹാദാ, അമീറുൽ മുഅ്മിനീൻ എന്തിനാണ് നിങ്ങൾ ഇദ്ദേഹത്തെ കണ്ടിട്ട് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞ മറുപടി, ദക്കർതു ഖൗലല്ലാഹി അസ്സ വജല്ല ഫീ കിതാബി, പടച്ച റബ്ബ് അവൻ്റെ കിതാബിൽ പറഞ്ഞതങ്ങ് ഓർമ്മ വന്നു. നേരം വെളുത്ത് വൈകുന്നേരം വരെ ആരാധനകളിൽ മുഴുകുകയാണ്. ഒരു വേണ്ടാത്തരവും ചെയ്യാതെ ഈ മനുഷ്യൻ ആരാധനയിൽ മുഴുകുന്നു. പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹിയിൽ വിശ്വസിക്കാത്തതുകൊണ്ട്, റസൂലുള്ളാഹിയുടെ റിസാലത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ട്, ഈമാൻ ശരിയല്ലാത്തതുകൊണ്ട്, ആമിലത്തുൻ നാസിബത്തുൻ, എത്ര ആളുകളുണ്ട് കഠിനാധ്വാനം ചെയ്ത് അമൽ ചെയ്ത് ക്ഷീണിച്ചവശരാകുന്നവർ, തസ്ലാ നാറൻ ഹാമിയ, ചുട്ടു പൊള്ളുന്ന നരകത്തിൽ അവസാനം അവർ കടക്കേണ്ടി വരുമല്ലോ. ഫദാക്കല്ലദീ അബ്കാനി, അതാണെന്നെ കരയിപ്പിച്ചത്. ഫദാക്കല്ലദീ അബ്കാനി, അതാണെന്നെ കരയിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്. സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖവാരിജുകളാണ്, അഥവാ ബിദ്അത്തുകാരാണ്. അന്നത്തെ ബിദ്അത്തുകാരാണ് ഖവാരിജുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെപ്പറ്റി പറഞ്ഞത്, തഹ്ഖിറൂന സ്വലാത്തക്കും മഅ സ്വലാത്തിഹിം വ സിയാമക്കും മഅ സിയാമിഹിം വ അഅ്മാലക്കും മഅ അഅ്മാലിഹിം യംറുഖൂന മിനദ്ദീനി കമാ യംറുഖുസ് സഹ്മു മിനർ റമിയ്യ എന്നാണെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇമാം ഖുർത്തുബി ഈ ആയത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നു. അതായത് ബിദ്അത്തുകാർ ഈമാൻ പിഴച്ചവരാണ്. പക്ഷേ അവരുടെ നിസ്കാരം കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. തഹ്ഖിറൂന സ്വലാത്തക്കും മഅ സ്വലാത്തിഹിം, അവരുടെ നിസ്കാരം നിങ്ങളുടെ നിസ്കാരവും താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ നിസ്കാരത്തോടൊപ്പം നിങ്ങളുടെ നിസ്കാരത്തെ നിങ്ങൾ വളരെ ചെറുതായി കാണും. എന്ന് പറഞ്ഞാൽ ബാങ്കു കൊടുക്കുന്നതിൻ്റെ മുമ്പ് നിസ്കരിക്കുന്ന ടീമായിരിക്കും, 24 മണിക്കൂറും നിസ്കാരമായിരിക്കും. വസുയാമക്കും മഅ സുയാമിഹിം, അവരുടെ നോമ്പ് കണ്ടാൽ നിങ്ങളുടെ നോമ്പൊന്നുമാവില്ല. അഅ്മാലക്കും മഅ അഅ്മാലിഹിം, അവരുടെ അമലുകൾ മറ്റു അമലുകൾ കണ്ടാൽ നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ വളരെ നിസ്സാരമായി തോന്നും നിങ്ങൾക്ക്. പക്ഷേ ഇത്രയൊക്കെ അമലിൻ്റെ വലിയ ഭാണ്ഡം അവരുടെ കയ്യിലുണ്ടെങ്കിലും യംറുഖൂന മിനദ്ദീനി കമാ യംറുഖുസ് സഹ്മു മിനർ റമിയ്യ, അമ്പ് കൊണ്ടെറിയപ്പെട്ട ജീവിയിൽ നിന്നും, വേട്ട ജീവിയിൽ നിന്നും തുളച്ച് കയറിപ്പോകുന്നത് പോലെ, ആ വേട്ടജീവിയുടെ ശരീരവും തുളച്ചപ്പുറത്തേക്ക് അമ്പ് ചാടുന്നതിനെക്കുറിച്ചായി പറയുന്നത്. അമ്പ് തുളച്ച് ചാടി ശരീരത്തിൽ കയറി ഉള്ളിൽ കയറി പുറത്തേക്ക് ചാടിപ്പോകുന്നത് പോലെ അവരുടെ ഉള്ളിൽ കയറിയ ഈമാൻ, ആ ദീൻ, അതിൽ നിന്ന് അവർ ഊരിക്കുത്തി ചാടിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമ്മെ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് തസ്ലാ നാറൻ ഹാമിയ, ഇവർ ചുട്ടുപൊള്ളുന്ന നരകത്തിൽ കടക്കേണ്ടി വരും, കടന്ന് കരിയേണ്ടി വരും. ഇൻഷാ അല്ലാഹ് നാളെ പറയാം. അല്ലാഹു ദുർജനങ്ങളിൽ നിന്ന് നമ്മെ കാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.